ഹായ് ഗൈസ്. സോ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നുള്ളത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കോറാണ്, ജാവാസ്ക്രിപ്റ്റിനും അതുപോലെ തന്നെ കോറാണ്. ഓക്കെ, സോ ഈ സെക്ഷനിൽ ബേസിക്കലി നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ക്വിക്കലി റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇഫ് എൽസ് ഇഫ് എന്നിങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ള ഓപ്പറേറ്റേഴ്സ് ലൈക്ക് ഡബിൾ ഈക്വൽ ടു, ട്രിപ്പിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, നോട്ട് ഡബിൾ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു, ഇതൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഗോ ത്രൂ ചെയ്ത് കണ്ടീഷൻ കമ്പൈൻ ചെയ്യാനാണ്, ലൈക്ക് ആൻഡ് ഓർ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നു. പിന്നെ ആൻഡ് അല്ലെങ്കിൽ ഓരോ സ്പെഷ്യൽ ബിഹേവിയർ ഉണ്ട്, ഡീഫോൾട്ട് വാല്യൂസ് അസൈൻ ചെയ്യാൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. ബൂളിയൻസ് നമ്മൾ ചെക്ക് ചെയ്തു, ട്രൂവും ഫോൾസും ആണ് ബൂളിയൻസിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയത് ലൈക്ക് ട്രൂത്തി ആൻഡ് ഫോൾസി വാല്യൂസ് ആണ്. ജാവാസ്ക്രിപ്റ്റിൽ കണ്ടീഷൻ പ്ലേസിൽ ബൂളിയൻ അല്ലാത്ത വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ JS-ൽ അത് ബൂളിയനായി തന്നെ കൺവേർട്ട് ചെയ്യും നമ്മൾ പറഞ്ഞിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0 നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഫ് 0 ഇട്ട് കഴിഞ്ഞാൽ ഫോൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. എനി അതർ നമ്പർ, ഈവൻ നെഗറ്റീവ് നമ്പർ പോലും ഇഫിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കും, ബേസിക്കലി ട്രൂ ആയിട്ട് എടുക്കും. പിന്നെ എംപ്റ്റി സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ, ഇഫിൻ്റെ ഉള്ളിൽ എംപ്റ്റി സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ഫോൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സ്ട്രിങ് ലൈക്ക് എന്തെങ്കിലും സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഹായ് ഹലോ എന്നിങ്ങനെ സ്ട്രിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എഫിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആയിട്ട് എടുക്കും. സോ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ആണ് ഗൈസ്, ബിക്കോസ് ഇൻ്റർവ്യൂസിലും റിയൽ കോഡിങ്ങിലൊക്കെ ഇത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇതൊക്കെ. സോ ഇതൊക്കെ നിങ്ങൾ പഠിച്ച് വയ്ക്കുക, തറവാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ പഠിച്ച ലൂപ്സ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂപ്സ്. ലൂപ്പ് സ്ട്രക്ചർ എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നമ്മൾ ഗോ ത്രൂ ചെയ്തു. ലൂപ്പ് ബിഹേവിയർ മനസ്സിലാക്കാൻ പ്ലേ അറൗണ്ട് ഒക്കെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, നമ്മളും കുറച്ച് ചെയ്തിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി അത്യാവശ്യം നമ്മൾ ഈ കോഴ്സിൽ ഇഫ് പ്ലസ് ലൂപ്സ് ഹെവി ആയി തന്നെ യൂസ് ചെയ്യും. ആക്ച്വലി നമ്മളിഞ്ഞ് പോകുമ്പോഴും ഞാൻ അത് യൂസ് ചെയ്യും. സോ ഡോണ്ട് വറി, കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മാറി കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഇത് പിന്നെ നമ്മൾ ഗോ ത്രൂ ചെയ്തതെന്ന് വെച്ചാൽ എറർ ഹാൻഡ്ലിംഗ് ആണ്. സോ ഇതൊരു കൺട്രോൾ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. കാരണം കോഡ് ഫെയിൽ ആയാൽ എറർ ക്യാച്ച് ചെയ്ത് ഫാൾ ബാക്ക് ലോജിക്ക് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറർ മെസ്സേജ് ഷോ ചെയ്യാം, പിന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യാം, പിന്നെ പ്രോഗ്രാം ക്രാഷ് ആകാതെ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ബേസിക്കലി നമ്മൾ കുറച്ച് ബിഹൈൻഡ് സീൻസ് ആണ് പോകുന്നത്. എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കോഡ് പാർട്സ് എങ്ങനെ ചെയ്യുന്നു, കോഡ് എക്സിക്യൂട്ട് എങ്ങനെ ചെയ്യുന്നു, ചില വിയേർഡ് പാർട്സ് ലൈക്ക് കൺഫ്യൂസിങ് പോലെ തോന്നും നിങ്ങൾക്ക്, പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ലേറ്റർ ഓൺ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ മെയിൻ ടോപ്പിക്കായ ES5 വേഴ്സസ് ES6 ആണ് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത്. ഓക്കെ, സോ ES6 എന്നത് ECMA സ്ക്രിപ്റ്റ് ആണ്. സോ ECMA സ്ക്രിപ്റ്റ് എന്നത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒഫീഷ്യൽ സ്റ്റാൻഡേർഡാണ്. ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത് ECMA ഇൻ്റർനാഷണൽ എന്ന ബോഡിയാണ് ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് സ്റ്റാൻഡേർഡ് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ECMA ടീമാണ് ഡിസൈഡ് ചെയ്യുന്നത് ലാംഗ്വേജിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം എന്നുള്ളത്. ബ്രൗസേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട റൂൾസും എന്തൊക്കെയാണെന്നും അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവർ പബ്ലിഷ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ECMA സ്ക്രിപ്റ്റ് സ്പെസിഫിക്കേഷൻസ്. ഇത് മോസ്റ്റ്ലി ബ്രൗസർ വെൻഡേഴ്സ്ക്കാണ്, ലൈക്ക് ക്രോം, ഫയർഫോക്സ് എക്സെട്രയൊക്കെയാണ് കൂടുതലും അവൈലബിൾ ഉള്ളത്. നമ്മൾ ഡെയിലി കോഡിൽ വെച്ചിട്ട് ഇത് വായിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ബേസിക്കലി. ഓക്കെ, സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ECMA സോ ECMA സ്ക്രിപ്റ്റ് ബേസിക്കലി ഇതാണ്. നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യാം, വേണമെങ്കിൽ ഡോക്യുമെൻ്റ് ഒക്കെ ഗോ ത്രൂ ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് എപ്പോഴും ആക്റ്റീവ് ഡെവലപ്മെൻറ്റിലാണ്, ബട്ട് ജാവാസ്ക്രിപ്റ്റിൽ എത്ര വൈഡ്ലി യൂസ്ഡ് ആകുമ്പോഴും ഓൾഡ് വെബ്സൈറ്റ്സ് ബ്രേക്ക് ആവാൻ പാടില്ലല്ലോ. സോ അവർ എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ് റിമൂവ് ചെയ്യില്ല. സോ മോസ്റ്റ്ലി അവരെന്താ ചെയ്യുക, ന്യൂ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും ECMAയിൽ, ഓൾഡ് ഫീച്ചേഴ്സ് റിമൂവ് ചെയ്യില്ല. സോ ES5 എന്നുള്ളത് ഓൾഡ് വേർഷൻ ആയിരുന്നു, ഓൾഡ് മേജർ വേർഷൻ ആണെന്ന് നമുക്ക് പറയാം, ഓൾഡ് മേജർ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയാൻ പറ്റും. അതിൻ്റെ ബിഗ് അഡ്വാൻറ്റേജ് വെച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ബ്രൗസേഴ്സും അത് സപ്പോർട്ട് ചെയ്യും. ഈവൻ നമുക്ക് എന്ന് വെച്ചാൽ പഴയ നമ്മൾ ബ്രൗസർ ഇല്ലേ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, സോ അതിൽ വരെ ഇത് സപ്പോർട്ട് ചെയ്യും. ബട്ട് ES5 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓൺലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ വാർക്ക് ഇവിടെ യൂസ് ചെയ്തത്, ലെറ്റും കോൺസ്റ്റൊന്നും ഉണ്ടായില്ല. ഓക്കെ, സോ ES6 നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ES6 നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനലൈസ്ഡ് ആണ്, ലൈക്ക് അറൗണ്ട് 2015 അത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ES 2015 എന്നും പറയുന്നു. ES6 ഒരു ബിഗ് മൈൽ സ്റ്റോൺ ആണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്ങിലേക്ക് സ്റ്റാൻഡേർഡ് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി എല്ലാ ബ്രൗസേഴ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. ബ്രൗസർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ശരിക്കും അത് ആഡ് ചെയ്യുക. ഓൾ ബ്രൗസേഴ്സ് ലൈക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എസ്പെഷ്യലി ES6 ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ബട്ട് മോഡേൺ ബ്രൗസേഴ്സായ ക്രോം, ഫയർഫോക്സ്, എഡ്ജ്,
എല്ലാം ഓട്ടോ അപ്ഡേറ്റഡ് ആണ്. സോ ES6 ഫീച്ചേഴ്സ് ക്വിക്കലി അത് യൂസേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് റീച്ച് ആവുകയും ചെയ്യും. ഓക്കെ, ദെൻ ES6 ഇൻട്രൊഡ്യൂസ് അത്യാവശ്യം കുറേ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ES6. അതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ക്ലീനർ കോഡാണ്, ഷോർട്ടർ കോഡാണ്, ബെറ്റർ പാറ്റേൺസ് ഉണ്ട്, പിന്നെ ഫ്യൂവർ ഹാക്സ് അല്ലെങ്കിൽ വർക്ക് അറൗണ്ട്സ് ഉണ്ടെന്ന് പറയാം. ഏർലിയർ ES5 ടൈമിൽ നമുക്ക് കോമൺ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹാക്കിംഗ് അല്ലെങ്കിൽ ഹാക്കി വർക്ക് അറൗണ്ട്സ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലൈബ്രറീസ് ഒക്കെ ഹെവിലി നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നിരുന്നു. ES6 ശേഷം ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റും. ബട്ട് നൗ എന്ന് വെച്ചാൽ വേറെ ലേബിൾസിലൊക്കെ ES7 EX8 ഒന്നും ബിഗ് ലേബിൾസ് ആയിട്ട് വന്നിട്ടില്ല കാര്യമായിട്ട്. ഇൻസ്റ്റഡ് ഫീച്ചേഴ്സ് അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രിമെൻ്റലി ഇവർ ES6 ഉള്ളിൽ തന്നെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ES6 ആൻഡ് ലേറ്റർ മോഡേൺ ജാവാസ്ക്രിപ്റ്റിലാണ് നമ്മൾ ഇനി ഗോത്രൂ ചെയ്യാൻ പോകുന്നത് കുറച്ചങ്ങോട്ട്. സോ ഞാൻ പറഞ്ഞ പോലെ വാർ വേഴ്സസ് ലെറ്റ് വേഴ്സസ് കോൺസ്റ്റ് ഇതെല്ലാം സ്മോൾ ചേഞ്ച് പോലെ തോന്നും നിങ്ങൾക്ക്, പക്ഷേ ആക്ച്വലി അതൊരു ബിഗ് ചേഞ്ച് ആണ്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഡിഫറൻസ്, വാർ ലെറ്റ് കോൺസ്റ്റ് എന്താണ് ഡിഫറൻസ് ഉള്ളത് നെക്സ്റ്റ് നമ്മൾ ഗോത്രൂ ചെയ്യാൻ പോകുന്നത്.